ഹേ കോഫി വിത്ത് ഫിനാൻസ് എപ്പിസോഡ് നമ്പർ 2. ഇന്നത്തെ ഫസ്റ്റ് ന്യൂസ് എന്താ വെച്ചാൽ സുസുക്കി ഏകദേശം 70,000 കോടി രൂപ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകും. അതായത് ഇനി വരുന്ന 5-6 കൊല്ലം കൊണ്ട് പുതിയ EV കാറുകൾ, ബാറ്ററി പ്ലാന്റ്സ്, പിന്നെ പുതിയ പ്രൊഡക്ഷൻ യൂണിറ്റ്സ് ഇതൊക്കെ ചേർന്നിട്ടുള്ള ഒരു വലിയൊരു പദ്ധതിക്ക് വേണ്ടിയിട്ടാണ് അവർ ഇത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സുസുക്കിൻ്റെ ഫസ്റ്റ് EV ഇല്ലേ, ഈ വിക്ട്ര, അതിൻ്റെ പ്രൊഡക്ഷൻ ഓൾറെഡി ഗുജറാത്തിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അതുമാത്രമല്ല, ഇത് 100ഓളം രാജ്യങ്ങളിലേക്ക് ഇന്ത്യയിൽ നിന്ന് മാനുഫാക്ചർ ചെയ്യുന്ന സുസുക്കി കാറുകൾ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു പദ്ധതിയും കൂടിയാണ്. അത്രയും വലിയൊരു പദ്ധതിക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഈ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അടുത്ത എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിൽ റിയൽ മണി ഗെയിമിംഗ് ആപ്പ് ബാൻ ചെയ്തതുകൊണ്ട് ക്രിക്കറ്റേഴ്സിന് ഏകദേശം 150 മുതൽ 200 കോടി രൂപ വരെ ലോസ് ഉണ്ടാകാൻ പോകും. അതായത് ബ്രാൻഡ് എൻഡോഴ്സ്മെന്റുകളിലൂടെ മാത്രം ഏകദേശം ആനുവലി 200 കോടിയോളമാണ് ലോസ് ഉണ്ടാകാൻ പോകുന്നത്. അതുമാത്രമല്ല, Dream11, BCCI ഇതൊക്കെ സ്പോൺസർഷിപ്പ് ആയിട്ടുള്ള 358 കോടി കരാറിൽ നിന്ന് പിന്മാറാൻ പോകുന്നു. IPLന്റെ പരസ്യ വരുമാനത്തിന് മാത്രം ഏകദേശം 5000 മുതൽ 7000 കോടി വരെ നഷ്ടം വരുന്നതാണ് പറയുന്നത്. അടുത്ത ന്യൂസ്, ഹോണർ ഇന്ത്യയിൽ സ്മാർട്ട് ഫോൺ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകും. 2024 ചില കാരണങ്ങൾ കൊണ്ട് അവർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇനി 2026 പ്രൊഡക്ഷൻ ആരംഭിക്കാൻ പോകുന്നതാണ് അവർ പറയുന്നത്. സ്റ്റാർട്ട് ചെയ്തിട്ട് ആദ്യ വർഷം തന്നെ ഏകദേശം 2500 കോടി വരുമാനവും പിന്നെ മാർക്കറ്റിൽ ഏകദേശം 1% പങ്കാളിത്തം അവർ നേടുന്നതാണ് അവർ പറയുന്നത്. വേറൊരു ഇൻട്രസ്റ്റിംഗ് ന്യൂസ് എന്താ വെച്ചാൽ, വേൾഡിൽ ഇന്ത്യയാണ് ഏറ്റവും പെട്ടെന്ന് വളരുന്ന പ്രൈവറ്റ് ജെറ്റ് മാർക്കറ്റ്. ഇന്ത്യ ഇപ്പോൾ ചൈനയെക്കാളും ഇരട്ടിയാണ്. അതായത് 2024 ഇന്ത്യയിലെ പ്രൈവറ്റ് ജെറ്റ് ഫ്ലീറ്റ് എന്ന് പറയുന്നത് ഏകദേശം 12%. അതേസമയം ചൈനക്ക് അത് 6%. ഇതിൻ്റെ റീസൺ എന്താ വെച്ചാൽ, ഇന്ത്യയിൽ പൈസക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടേ വരും, പുതിയ സ്റ്റാർട്ടപ്പുകളും. ഇതൊക്കെയാണ് ഇതിലുണ്ടായ ഗ്രോത്തിൻ്റെ കാരണങ്ങൾ. ഇനിയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ ന്യൂസുകളായിട്ട് നെക്സ്റ്റ് ഡേ കാണാം. സോ സബ്സ്ക്രൈബ് ദിസ് ചാനൽ ഫോർ മോർ ഫിനാൻഷ്യൽ ന്യൂസ്.